ഈ ഒരു വലിയൊരു ദൗത്യമാണ് ഓമനക്കുട്ടൻ ഈ വീട് വെക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തീർച്ചയായിട്ടും വിഷമിക്കണ്ട. കാരണം നമുക്കറിയാമല്ലോ, എല്ലാവരും കൂടെ കാണും കേട്ടോ. നമ്മുടെ കേട്ടോ, അദ്ദേഹത്തിനാവുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ട് നിന്ന ഒരാളാണ്. ഇപ്പൊ ഈ വെയ്യായ്മയിൽ ഈ വാടക വീട്ടിൽ കഴിയുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതിന് ഒരു മോചനം നമുക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മളൊരു വലിയ ദൗത്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, ഒരാൾ പോലും ഒഴിഞ്ഞു മാറരുത്. അപ്പം ഞാനിത് പറയുകയും അത് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ നമ്മുടെ ഹ്യൂമൻ സേവാ ചാരിറ്റി സംഘടനയിലുള്ള സുഹൃത്തുക്കൾ, അവർ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഞാനും അവരോടൊപ്പം ഉണ്ട്. നന്മയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരെല്ലാം കൂടി ഇങ്ങനെ ഒരു സംഘടനയായിട്ട് വരുന്നതല്ലേ? അവരെ ഈ ബാക്കി നിങ്ങളെ പറഞ്ഞു. ഈ ഒരു ഇതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീടെന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി നമ്മള് അത് ഇടപെടേണ്ട സമയത്ത് തന്നെ ഇപ്പൊ ഞങ്ങളെല്ലാരും എന്താണ് അതിന്റെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം ഞങ്ങളിപ്പോ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ വസ്തു വേണം. ഓൾറെഡി ഇപ്പൊ ഓമനക്കുട്ടൻ ചേട്ടന് ഒരു സെന്റ് ഭൂമി പോലും ഇല്ല. ഏകദേശം ഒരു നമ്മുടെ എത്ര സെന്റ് വസ്തുവാണ്? 4 സെന്റ് മിനിമം 4 സെന്റ് വസ്തുവാണ് നമ്മൾ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റ് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിലവിൽ ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നാവി ഹെൽത്ത് പോർട്ടലുമായിട്ട് സഹകരിച്ച് നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് അത് മാസത്തവണകളാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ചികിത്സാ ചെലവുകള് കെറ്റോ, മിലാബ് തുടങ്ങിയ NGOകളാണത്. അവരുമായിട്ട് ഓൺലൈൻ ഫണ്ട് റൈസിങ് വഴി അവർക്കുള്ള ചികിത്സാ സഹായം നമ്മൾ എത്തിക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, ഇതെല്ലാം നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിലവിൽ ചെയ്തു വരികയാണ്. നമ്മൾ ഈ വിഷയങ്ങൾ അറിയുന്നതും നാട്ടിലുള്ള ഏത് പ്രശ്നം അറിയുന്നതും അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇത് 5000 രൂപയുണ്ട്. ഇപ്പൊ നമ്മൾ ഓമനക്കുട്ടൻ ചേട്ടനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 5000 രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. ഇപ്പൊ ഈ ഒരു പൈസ ഏൽപ്പിക്കുന്നതിനൂടെ തന്നെ ഓമനക്കുട്ടൻ ചേട്ടന് സ്വന്തമായിട്ട് വസ്തുവില്ല, വീടുമില്ല. എന്നാലും വലിയ ദൗത്യം നമ്മളെ ഹ്യൂമൻ സേവാ ചാരിറ്റി സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും നാടിന്റെ തന്നെ സഹായം ഉണ്ടാവണം. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ ഓമനക്കുട്ടൻ ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. ഹ്യൂമൻ സേവാ ചാരിറ്റി സംഘടന ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കളാണ്. അവര് നമ്മളിപ്പോൾ 5000 രൂപ നമ്മൾ അതിന്റെ ഭാഗമായിട്ടും കൊടുക്കുന്നുണ്ട്. ചേട്ടനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഈ ഭാഗത്തിന് ഈ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഹ്യൂമൻ സേവാ ചാരിറ്റി സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഞാനും കൂടെ കാണും. എത്തുമ്പോൾ നിങ്ങൾ ആരും പിന്മാറി പോകരുത്, എല്ലാവരും കൂടെ വേണം. നിങ്ങളാൽ കഴിയുന്ന ഈ കട്ടക്കമ്പനിക്കാർ അതിൽ ഓരോ ആൾക്കാരും കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇതിന്റെ ആവശ്യമായിട്ട് വരുമ്പോൾ ഒരാൾ പോലും തള്ളിക്കയറരുത്. കളയത്തില്ലെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓമനക്കുട്ടൻ ചേട്ടന്റെ ഈ വാടക വീട്ടിൽ നിന്നൊരു മോചനം, വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്.